വിചാരിക്കുന്നല്ല ഫെമിനിസ്റ്റ് ഒന്നും അല്ല. അല്ല, ഞാൻ ഫെമിനിസ്റ്റാ. എന്റെ നല്ല ഭാഗത്തിന്റെ ഭാഗമാണ് ഞാൻ ഫെമിനിസ്റ്റ് ആണെന്നുള്ളത്. അതായത് എന്നെ പുറത്താക്കാം എന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ ഞാൻ ജീവിക്കും. ഞാൻ ദേഷ്യത്തിലൊന്നുമല്ല ഞാനത് പറയുന്നത്. ഞാൻ സത്യമായിട്ടും ഞാൻ ഭയങ്കര ഹേർട്ടായിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്യൂട്ട് കേസുമായിട്ട് വന്നതാണ് വോഡഫോൺ അക്കാദമി ഏഷ്യനെറ്റിലെ ഒരു സ്റ്റുഡിയോയിൽ. ഞാൻ അവിടെ നിന്ന് ഒറ്റയ്ക്കാണ് മിസ് കേരള ചെയ്യാൻ വരുന്നത്. ഞാൻ അവിടെ നിന്ന് ഒറ്റയ്ക്കാണ് എൻ്റെ ഓഡീഷൻ ചെയ്യാൻ ഞാൻ ട്രിവാൻഡ്രത്ത് ശ്യാം സാറിൻ്റെ ഫ്ലാറ്റിൽ പോകുന്നത്. അവിടെ നിന്ന് ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ എല്ലാ സിനിമകളുടെയും ഷൂട്ടിന് ഞാൻ പോയിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞില്ല ഞാൻ. പറയണം എന്നുള്ളത്. കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ ആ പഴയ മിടുക്കിയുടെ ആങ്കറിന്റെ അടുത്ത് നിന്ന് കുറച്ച് എനിക്കിത് വേണം, തരണം. ഇതൊക്കെ പറയുമ്പോഴും കുറെ കാലങ്ങൾക്ക് ശേഷം ചെയ്തൊരു സിനിമയാണ്. അത് ഞാനായിട്ട് എടുത്ത ഒരു ബ്രേക്ക് അല്ല, അത് വന്നൊരു ബ്രേക്കാണ്. നമ്മളെല്ലാവരും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആർ ഇൻഫ്ലുവൻസേഴ്സ്. വാട്ട് ആർ ദി ഇൻഫ്ലുവൻസിങ്? എന്ത് സാധനമാണ് ആൾക്കാർ അതിലൂടെ ഇൻഫ്ലുവൻസ് ആകുന്നതെന്നുള്ളതൊക്കെ ഒരു ഇറ്റ് ഈസ് എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. തെങ്ങ് കയറാൻ പഠിച്ചു. അത്യാവശ്യം നല്ല മരം കയറിയാണ്. അത്യാവശ്യം ബാക്കി എല്ലാത്തിലും ഞാൻ ഈസി ആയിട്ട് കയറും. തെങ്ങ് ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ ഇതിനു വേണ്ടി പഠിച്ചതാണ്. അതിലൊന്നും നമുക്ക് പേടിയില്ല. അങ്ങനെയെങ്കിലും കിട്ടട്ടെ ക്യാരക്ടേഴ്സ് എന്നാണ് വിചാരിക്കുന്നത്. 50-50 മാർക്ക്. എനിക്ക് ആ മിടുക്കിയിലെ ആങ്കറിനെ Make every wedding unforgettable. Joya Lucas, world's favorite jeweler. ഹലോ, നമസ്കാരം. എല്ലാവർക്കും മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ചൈതന്യ. ചില കഥകൾ നമ്മളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യും, ചില കഥകൾ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കും, ചില കഥകളാവട്ടെ നമ്മളുടെ വിശ്വാസങ്ങളെ ചലഞ്ച് ചെയ്യും. അങ്ങനെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തിയേറ്ററിനെ പറ്റിയാണ്. ദ മിത്ത് ഓഫ് റിയാലിറ്റി. ജോയിനിങ് വിത്ത് മീ റീമ കലിംഗൽ, അശ്വതി ആൻഡ് സലീം. വെൽക്കം. ആകെപ്പോഴോടെ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം, പക്ഷെ കുറച്ച് എനർജി അതെ ഞാൻ ഇങ്ങനെ ഊറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്നു, തരണം. ഓക്കെ, ആദ്യം തന്നെ ചോദിക്കട്ടെ, സുഖമാണോ? ഇതുവരെ ആരും അങ്ങനെ ചോദിക്കാത്തൊരു ചോദ്യം ചോദിക്കട്ടെ. വളരെ താങ്ക് യു. സുഖം, സ്വസ്ഥമായിരിക്കുന്നു അല്ലേ? ആനിന് കുറച്ച് അസുഖം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പനിയാണോ? ചെറിയ കോൾഡ് ഉണ്ട്, അതായിരിക്കും. കൂട്ടത്തിൽ റെസ്റ്റ് കിട്ടിയിട്ടിരിക്കുന്ന കുട്ടിയാണല്ലേ? നമ്മളാണ് ഇവിടെ ഓടി നടന്ന്. എനിക്കൊന്ന് റീം ചേച്ചിക്ക് ഒരു തരത്തിലുള്ള റെസ്റ്റ് കിട്ടിയിട്ടില്ല. ഓക്കെ, ഇവിടെ ഞങ്ങളും ഊറ്റിയെടുക്കാൻ എന്തായാലും റെഡി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, കുറച്ച് എനർജി തരണം. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ചോദ്യങ്ങൾ പോലെ ഇരിക്കും. ഞാനല്ല. അതെ, ഞാൻ ആ പഴയ മിടുക്കിയുടെ ആങ്കറിന്റെ അടുത്ത് നിന്ന് കുറച്ചിങ്ങോട്ട് തരണം. എനിക്കിത് വേണം, തരണം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ തിയേറ്റർ, ദ മിത്ത് ഓഫ് റിയാലിറ്റി. ഇപ്പം ആ ഒരു സിനിമ കാണുമ്പോൾ മീരയിലേക്ക് വല്ലാതെ നമ്മൾ അടുത്തു പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ അധികം നമുക്ക് പരിചയമില്ലാത്തൊരു മീര, അതായത് ഇപ്പോഴത്തെ ഒരു ജനറേഷന് ഒട്ടും പരിചയമില്ലാത്തൊരു മീര, എന്നാ അങ്ങനെയുള്ള ആൾക്കാരുണ്ടായേക്കാം എന്നുള്ളൊരു ചിന്ത, അങ്ങനെ എല്ലാം ഉണ്ടാവുന്നുണ്ട്. എന്താണ് മീരയിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിച്ചത്? നിങ്ങൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ശരിക്കും റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ അമ്മ മകൾ രണ്ടുപേരുടെയും ഒരു റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്കും ഈ ഭയങ്കര അതിശയമായിരുന്നു, ഇങ്ങനെ ശരിക്കും ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇത് നമ്മൾ ഫിക്ഷണൽ ആണെന്നാണ് ആദ്യം വിചാരിക്കുന്നത്. പിന്നെ എനിക്ക് ഇതിന്റെ പേപ്പർ കട്ടിങ്സും ഒക്കെ തന്നിരുന്നു. ഫുള്ളായിട്ടല്ലെങ്കിലും അവരുടെ സാഹചര്യങ്ങൾ നമ്മൾ സിനിമയിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നെ ഫസ്റ്റ് കാണിക്കുന്ന കോസ്റ്റ്യൂം അടക്കം ആ ഫോട്ടോയില് അവരുടെ ആ ന്യൂസ് പേപ്പറിൽ വന്ന ഫോട്ടോന്റെ കളർ സ്കീമും കാര്യങ്ങളാണ് നമ്മൾ ആക്ച്വലി പിടിച്ചിട്ടുള്ളതെല്ലാം. അപ്പൊ ആ ഒരു അമ്മയ്ക്കും മോൾക്കുമുള്ള ഒരു അവരുടെ ഓർമ്മയിൽ തന്നെയാണ് നമ്മളത് പെർഫോം ചെയ്യുമ്പോഴും എല്ലാം ആ സ്പേസിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഊർജ്ജെടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു എനിക്ക്. ആൻഡ് ഈ പറയുന്ന പോലെ എല്ലാവരും സൊസൈറ്റിയുടെ നടുക്ക് ജീവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒറ്റപ്പെട്ട് ഒരു തുരുത്തിൽ ഇവര് ഐസൊലേറ്റ് ചെയ്യപ്പെട്ട് അവിടെ വളരെ ദുരിതം അനുഭവിച്ച് ജീവിച്ചിരുന്ന മകളും അമ്മയുമാണ്. ഇവിടെ നമ്മൾ ദുരിതം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഇവരുടെ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് ഒറ്റപ്പെട്ടു പോയി. അത് വല്ലാത്തൊരു പുതുമയുള്ളൊരു ഇതാണല്ലോ. അതും ഇന്നത്തെ സോഷ്യൽ മീഡിയ ഒക്കെയുള്ള എല്ലാവരും വാച്ച്ഡ് ആണ്. എല്ലാവരെയും വളരെ കീനായിട്ട് അടുത്തുനിന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആരുടെയും കണ്ണുകൾ
ജഡ്ജ് പെടാത്ത ഒരു സ്ഥലത്ത് ഒരു അമ്മയും മകളും എന്നുള്ളത് തന്നെ ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ, ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നമ്മളെ അത് എത്രത്തോളം അത് ആ ഐസൊലേഷൻ അല്ലെങ്കിൽ ആ സോളിറ്റ്യൂഡ്, ഐസൊലേഷൻ ചിലപ്പോൾ ഇച്ചിരി നെഗറ്റീവ് ടേം ആണ്, സോളിറ്റ്യൂഡ് ആണ് കുറച്ചും കൂടി ഒരു കാരണം പല സ്ഥലങ്ങളിലും നമുക്ക് ഇത് ഇവര് തന്നെ ചൂസ് ചെയ്തൊരു ലൈഫാണ് എന്നുള്ളൊരു ശരിക്കും എത്തിപ്പെടുന്നതാണ് അവരവിടെ. പക്ഷെ അതിന്റെ ഉള്ളിൽ അവർ വളരെ കംഫർട്ടബിൾ ആയി ജീവിക്കുന്നു. അതിന്റെ ഉള്ളിൽ അവര് ഒരു ജീവിത മാർഗം കണ്ടെത്തി അമ്മയും മകളും ഈച്ച് അതർ എന്താ പറയാ ഒരു സപ്പോർട്ട് സിസ്റ്റമായി കഴിയുന്ന ഒരു സ്പേസിലേക്ക് ഒരു അതിഥി എത്തുന്നു, അല്ലെങ്കിൽ ഒരു സംഭവം സംഭവിക്കുന്നു. അതിൽ നിന്ന് ഈ ഐസൊലേഷൻ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്ത് അതുവരെ ഇവര് അനുഭവിക്കാത്ത രീതിയിലുള്ള ഒരു വൈറൽ സ്പേസിലേക്ക്, അവർക്ക് മനസ്സിലാവാത്ത, അവർക്ക് അറിയാത്ത ഒരു സോഷ്യൽ മീഡിയ സ്പേസിൽ ഇവരുടെ കഥ എങ്ങനെ ചർച്ചയാവുന്നു, ആ കഥയെ ആളുകൾ എങ്ങനെ നോക്കിക്കാണുന്നു, അവരുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള സ്പേസിൽ നിന്നുകൊണ്ട്, അവരുടെ ഫോണിൽ ഇരുന്നുകൊണ്ട്, അവർക്കറിയാത്ത രണ്ടുപേരുടെ, അവർക്ക് ഉറപ്പില്ലാത്ത രണ്ടുപേരുടെ, അതായത് അവർക്ക് ശരിക്കും എന്താണ് നടന്നതെന്ന് അറിയാതെ പോലും ആളുകൾ എങ്ങനെയാണ് കണക്കിന് കഥകൾ. അതെ അതങ്ങനെ മീര ഇതിന്റെ ഒക്കെ നടുക്ക് നിൽക്കുന്ന പോളാരിറ്റീസ്, ഈ പോളാരിറ്റീസിന്റെ ഒക്കെ നടുക്ക് അന്തം വിട്ട് ഇതെന്താണ് നടക്കുന്നത്, ഇതെങ്ങനെ പിടിക്കും എന്നറിയാതെ നിൽക്കുന്ന, എന്നാ വളരെ അമ്മയ്ക്ക് വേണ്ടി നിലകൊള്ളണം, അമ്മയ്ക്ക് വേറെ ആരുമില്ല, നമ്മൾ തന്നെ ഇത് പിടിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മീര. കുട്ടിക്കാരെങ്കിലും 50-50 മാർക്ക്. ഞാൻ എന്നിട്ട് പൂ ചോദിച്ചു പൂന്തോട്ടം തന്നു എന്ന് പറയുന്നത് തീർച്ചയായും എനിക്ക് ആ മിടുക്കിയിലെ ആങ്കറിനെ അശ്വതി. ഇപ്പൊ മീര ഇങ്ങനെയാണെങ്കിൽ അശ്വതി അങ്ങനെയല്ല. അശ്വതി ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന സൊസൈറ്റിയുടെ ഒരു റിയൽ ഫേസ് ആണ്. അപ്പോ ആ ഒരു ക്യാരക്ടർ ഇപ്പോ ഇതുവരെ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഇത് വ്യത്യസ്തമാവുന്നത് കുറച്ചുകൂടി? എനിക്ക് തോന്നുന്നു എൻ്റെ ക്യാരക്ടറുടെ പേര് ലക്ഷ്മി എന്നാണ്. ഞാൻ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഒരു യൂട്യൂബറാണ്, ബ്യൂട്ടി വ്ളോഗിങ് ചെയ്യുന്ന ഒരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്യൂട്ടി കോണ്ടന്റ് മാത്രം കൊടുക്കുന്ന ഒരാൾ ഇങ്ങനെ സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു എന്താണ് ഈ സിനിമയിൽ നടക്കുന്ന കഥ നിങ്ങൾ കണ്ടാലും മനസ്സിലാവുള്ളൂ. ആ സാധനത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുന്ന ഈ ഒരു ജനറേഷൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ആ ക്യാരക്ടറിനെ. ഇങ്ങനെ ഒരു സാധനം ആൾക്കാരിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ഡേൻ്റെ ക്യാരക്ടറിൻ്റെ കൂടെയാണ് എൻ്റെ എന്താ പറയുക കോമ്പിനേഷൻസ് ഉള്ളത്. റിമ ചേച്ചിയുടെ മീര എന്ന് പറഞ്ഞ ക്യാരക്ടറുമായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഇല്ല, പക്ഷെ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാമായിട്ടൊരു ആ കാര്യങ്ങളെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഡേനെ സഹായിക്കുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ. ഈ ഒരു തലമുറയിലുള്ള ആൾക്കാർ സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കണം. അതല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്, ഓരോ ജനറേഷനിലുള്ള ചെറിയ കുട്ടികൾ തൊട്ട് കൺസ്യൂം ചെയ്യുന്ന കോണ്ടന്റ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെ ആളുകളിലേക്ക് നമുക്ക് ഒരു കാര്യം എത്തിക്കാം, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻപുട്ട് കൊടുക്കാം എന്ന് വിചാരിക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ഇറ്റ് റിയലി മേക്ക് സെൻസ്. ഇന്നത്തെ ഒരു ജനറേഷൻ സോഷ്യലി അവെയർ ആയിരിക്കണം എന്ന് വിചാരിക്കുന്ന പോലത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് കുറേ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറേ ആൾക്കാർക്ക് ഇന്നത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഈ സിനിമ കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം ന്യൂസിൽ കാണുന്ന സാധനങ്ങളൊക്കെ എല്ലാ ജനറേഷനിലുള്ള കുട്ടികൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്നില്ല. പിന്നെ ഏത് ജനറേഷനിലുള്ള ആളാണെങ്കിലും ഓരോ കാര്യത്തെയും എടുക്കുന്ന രീതി വേറെയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള അല്ല ഓപ്പോസിറ്റിലുള്ള ഒരാൾ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ കുറേ സാധനങ്ങളുടെ ഒരു എന്താ പറയുക ഒരു അമാൽഗമേഷനാണ് ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത ഒരു സാധനം സൊസൈറ്റിക്ക് മുമ്പിൽ കാണിക്കുമ്പോൾ ആൾക്കാർക്ക് അതിൽ നിന്ന് മനസ്സിലാകും എന്ന് വിചാരിച്ചിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. മീരയും സൊസൈറ്റിയും തമ്മിലുള്ള ഒരു മീഡിയം സോഷ്യൽ മീഡിയ കോണ്ടന്റ് എന്ന് പറയുന്ന സാധനം, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് സ്പെസിഫിക് ആയിട്ട് ഒരു സാധനം ചെയ്യുന്നു എന്ന് പറയുന്നതിൽ നിന്ന് മാറി നമ്മൾ എത്ര ഈ ലോകകാര്യങ്ങളെ കുറിച്ചും കൂടി നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് ശരിക്കും ആൾക്കാർ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതെന്ന് വേണം പറയാൻ. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് യുനോ നമ്മളെല്ലാവരെയും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആർ ഇൻഫ്ലുവൻസേഴ്സ്. വാട്ട് ആർ ദി ഇൻഫ്ലുവൻസിങ് എന്ത് സാധനമാണ് ആൾക്കാർ അതിലൂടെ ഇൻഫ്ലുവൻസ് ആകുന്നതെന്നുള്ളതൊക്കെ ഒരു ഇറ്റ് ഈസ് എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. സോ
ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ മീഡിയം. ഓക്കെ, ആൻ ഞാൻ നേരത്തെ ആനെ പുറത്ത് വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു എനിക്ക് ആന്റെ ക്യാരക്ടർ ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നി. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇതേപോലെ നമ്മൾ കണക്ട് ആവും. നമ്മൾ കണക്ട് ആവും പേഴ്സണലി. അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെയെങ്കിലും വീട്ടിൽ വരണമെന്ന് ആയിരിക്കും ആഗ്രഹിക്കുക. പക്ഷെ വന്നു കഴിഞ്ഞാലും അയ്യോ ആ സിസ്റ്ററിന് ഒന്ന് മിസ് ചെയ്യും. അങ്ങനെ മിസ് ചെയ്യും എന്ന് തോന്നിയ ഒരു സിസ്റ്റർ. താങ്ക് യു. വീണ്ടും നഴ്സ്. അതെ, വീണ്ടും nurse. പറയൂ. നല്ല ചെയ്തിപ്പോ എനിക്ക് ആവുകയാണോ? അതിലൊന്നും നമുക്ക് പേടിയില്ല. അങ്ങനെയെങ്കിലും കിട്ടട്ടെ ക്യാരക്ടേഴ്സ് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഒരുപാട് സന്തോഷം അത് വർക്കായി എന്ന് പറയുമ്പോൾ. പേടിയുണ്ടായിരുന്നു, കാരണം ഭയങ്കര നാടൻ ഒരു പാവം നാടനും, അറ്റ്ലീസ്റ്റ് സീരീസിലാണെങ്കിൽ ഒരു എന്താ പറയാ ആള് കുറച്ച് 20s-ലുള്ളൊരു ക്യാരക്ടറാണ് സീരീസ് ചെയ്തിരുന്നത്. അപ്പം അതുപോലും അല്ല, ഇത് കുറച്ച് കുട്ടിയുടെ അമ്മ മെച്ചോർഡാണ്, ജോലി ചെയ്യാണ്, കഷ്ടപ്പാടാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു അത് എത്ര വർക്കൗട്ട് ആവുമെന്ന്. പക്ഷെ സന്തോഷം അത് വർക്കൗട്ട് ആയി. നിങ്ങൾക്ക് ഞാൻ കാണുന്ന ആൾക്കാർക്ക് വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഈ സിനിമയിലെ മീര എന്നുള്ള ക്യാരക്ടർ, അപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, മീരയ്ക്ക് മുമ്പ് നമ്മളൊരു അവാർഡ് കൂടി മേടിച്ചിരുന്നു. കൺഗ്രാചുലേഷൻസ് പറഞ്ഞില്ല ഞാൻ. കൺഗ്രാചുലേഷൻസ്. ഓക്കെ, മീരയ്ക്ക് മുമ്പ് നമുക്ക് നമ്മുടെ ആ ഒരു ചെമ്പരത്തി പൂര അന്തിമാന ചെമ്പനിയിൽ കണ്ണിറയെ ചെമ്പരത്തി, ആ പെൺകുട്ടീനെ മറക്കാൻ പറ്റില്ല. അതെ, ഇന്ത്യൻ റുപ്പി. ആ ഒരു ക്യാരക്ടറും നമുക്ക് അത്രയും മനസ്സിലേക്കില്ലേ. നമുക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നു റീസെന്റ് റീൽസില് ആ പാട്ട് വീണ്ടും വൈറലായി തുടങ്ങി. ഞാൻ തന്നെ ഞെട്ടിയത് കണ്ടിട്ട്. കുറെ ഞാൻ എന്നെ അങ്ങനെ തന്നെ മറന്നുപോയിരിക്കണു. ഒരു റീൽ ചെയ്താലോ ആ പാട്ടില്? ഒരു റീലായാലോ? ശരിക്കും അതൊരു റീകോൾ ആണ്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നമ്മള് കുറച്ച് നാളൊരു ഗ്യാപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ശൂന്യത ഉണ്ടാവുന്ന ടൈമിൽ നമ്മുടെ ഒരു പഴയ സിനിമയിൽ അതും നമുക്ക് അപ്രിസിയേഷൻ ഒരുപാട് കിട്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട്. ഒരു പാട്ട് റീകോൾ ആവുന്നു, അങ്ങനെ റീകോൾ ചെയ്യുന്ന ടൈമിൽ നമുക്ക് വേറൊരു അവാർഡ് നമുക്ക് കിട്ടുന്നു. ആ ഒരു ഫേസിനെ എങ്ങനെയാ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവാർഡ് കിട്ടിയ സമയത്ത് അവാർഡോ അതുകൊണ്ട് ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല പറഞ്ഞതിന്. എന്താന്ന് വെച്ചാൽ കുറച്ചു കാലം എനിക്ക് ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ചു കാലമായി. അപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ ബാക്ക് സ്റ്റേജ് റിലീസായി. പക്ഷെ അത് ദൂരദർശന്റെ OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസായത്. അതിന്റെ കൺഫ്യൂഷൻ കാരണം കുറെ പേർക്ക് ഇത് കാണാൻ പറ്റിയില്ല. ഇത് ഡൗൺലോഡ് അഞ്ജലി അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അത് റിലീസായിട്ട് ഈ ദൂരദർശന്റെ OTT ഇത് ഡൗൺലോഡ് ചെയ്ത് കാണാൻ പറ്റാണ്ട് അച്ഛനും അമ്മയും ഇതെങ്ങനെ കാണും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. ഇതേ സമയത്താണ് സംഭവിക്കണേ. അപ്പൊ അവാർഡ് കിട്ടിയപ്പോ അമ്മ എന്നോട് ചോദിച്ചു, നിനക്ക് ആ സിനിമയ്ക്കാണ് അവാർഡ് കിട്ടിയത്? ഇത് കാണാൻ പറ്റത്തില്ലല്ലോ. അതല്ല അമ്മ, അതല്ല, ഇത് വേറെ സിനിമ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അപ്പൊ അവരും ചോദിക്കുന്നുണ്ട്, നിനക്കേത് അങ്ങനെ. പക്ഷെ യുനോ ഇതൊക്കെ പറയുമ്പോഴും കുറെ കാലങ്ങൾക്ക് ശേഷം ചെയ്തൊരു സിനിമയാണ്. അത് ഞാനായിട്ട് എടുത്ത ഒരു ബ്രേക്ക് അല്ല, അത് വന്ന ഒരു ബ്രേക്കാണ്. അപ്പോ അങ്ങനെ ഇരിക്കെ ഒരു സിനിമ ചെയ്യുന്നതും അതിന് വേണ്ടി നമ്മൾ നല്ല രീതിയിൽ നമ്മൾ അതിന് കമ്മിറ്റഡ് ആയിട്ടും ഇൻവോൾവ് ആയിട്ടും നിന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ബേസിക്കലി ബീങ് സീൻ അല്ലേ, നമ്മളെ ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളതാണല്ലോ നമുക്ക് ഒരു അവാർഡ് എന്ന് പറയുമ്പോൾ. വേറെ ഒരു വലിയ ഒരു നമ്മളെന്തോ ഭയങ്കര ഒരു കാര്യം ചെയ്തു എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്ത വർക്ക് ആളുകൾ കാണുന്നുണ്ട്, അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്, അതാണല്ലോ നമുക്ക് കിട്ടുന്ന വാലിഡേഷൻ. അതൊരു ആർട്ടിസ്റ്റിന് എന്നും ആവശ്യമുള്ളത് തന്നെയാണ്. സത്യം പറഞ്ഞാൽ എല്ലാ ആർട്ടിസ്റ്റുകളും ഭയങ്കര അത് കൊതിക്കുന്ന ആളുകൾ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തെങ്കിലും പറയണം നമ്മളോട്. ഒരു ഷോട്ട് കഴിഞ്ഞാൽ പോലും ഡയറക്ടറിന്റെ മുഖത്ത് എന്തെങ്കിലും പറ, എന്തെങ്കിലും പറ. വി നീഡ് ദാറ്റ് ഫീഡ്ബാക്ക്. അത് ബെറ്റർ ആക്കണോ കുറയ്ക്കണോ? ബിക്കോസ് ഇതിനൊരു മീറ്റർ എന്ന് പറയുന്നത് ഇല്ലല്ലോ. ഓരോരുത്തർക്കും അത് ആ മീറ്റർ മാറാം. അപ്പൊ ഇത്
so we're constantly seeking feedback, not approval, like to keep that fire going. You constantly need that though. ഓക്കെ, പക്ഷെ നമുക്ക് ഈ അവാർഡ് കിട്ടിയ സമയത്ത് എനിക്ക് റീം ചേച്ചിയുടെ ആ ഒരു ബൈറ്റ് മൊത്തത്തിൽ ഒന്നുകൂടെ വൈറലായിട്ടില്ലായിരുന്നു. അപ്പൊ എനിക്ക് വിഷമം വന്നു. അശ്ശോ, അതെന്താ ഒരു കുറിക്കുണ്ട് ശരിക്കും. അപ്പൊ നമ്മളിങ്ങനെ വെച്ചാൽ ശരിയാണല്ലോ, എന്തുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല? നോട്ട് ഫെയർ അല്ലേ? അതാ ഞാൻ പറഞ്ഞോളൂ. അത്രേ പറഞ്ഞോളൂ. അത് ഭയങ്കര എന്താ, നമ്മളൊരു പരാതി പറയുന്ന പോലല്ല, ഉള്ളിൽ തെറ്റി ഒരാൾ പറയണ പോലത്തെ ഒരു ഫീൽ ഉണ്ട്. ഞാൻ ശരിക്കും അങ്ങനെ ഹേർട്ട്, അത് അല്ലാതെ ഞാൻ അവരെ ഇപ്പൊ ഞാൻ ദേഷ്യത്തിലോ ഒന്നുമല്ല ഞാനത് പറയുന്നത്. ഞാൻ സത്യമായിട്ടും ഞാൻ ഭയങ്കര ഹേർട്ടായിട്ടാണ് ഞാൻ പറയുന്നത്. ഹൗ ഇസ് ഇറ്റ് ദാറ്റ് യു ഫൊഗെറ്റ് ദാറ്റ്? ഞാനിവിടെ എന്താ പറയാ, ഒറ്റയ്ക്ക് ഒരു ഞാൻ അത് എപ്പോഴും പറയുന്ന ഒരു സ്റ്റോറിയാണ്. ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്യൂട്ട് കേസുമായിട്ട് വന്നതാണ് വോഡഫോൺ അക്കാദമി ഏഷ്യനെറ്റിലെ ഒരു സ്റ്റുഡിയോയിൽ. ഞാൻ അവിടെ നിന്ന് ഒറ്റയ്ക്കാണ് മിസ് കേരള ചെയ്യാൻ വരുന്നത്. ഞാൻ അവിടെ നിന്ന് ഒറ്റയ്ക്കാണ് എൻ്റെ ഓഡീഷൻ ചെയ്യാൻ ഞാൻ ട്രിവാൻഡ്രത്ത് ശ്യാം സാറിൻ്റെ ഫ്ലാറ്റിൽ പോകുന്നത്. അവിടുന്ന് ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ എല്ലാ സിനിമകളുടെയും ഷൂട്ടിന് ഞാൻ പോയിട്ടുള്ളത്, എല്ലാതും. അപ്പോൾ ഐ ഹാവ് ഹാഡ് എ ജേർണി ആൻഡ് എൻ്റെ ഫാമിലിയിലോ എനിക്ക് അങ്ങനെ ഒരു ഗൈഡിങ് ആയിട്ടോ ആരും ഉണ്ടായിട്ടില്ല. വാട്ട് എവർ has happened because of some kind of a plan, divine plan എന്നൊന്നും ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും I'm saying it was not planned, it happened and I went with the flow. I took my risks, I took my chances, and I have worked really hard for who I am today and I deserve respect for it. തീർച്ചയായും അതെനിക്ക് എവിടെ പറയാനും എനിക്ക് ഒരു നാണക്കേടുമില്ല. ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും. കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചോദിച്ചു വാങ്ങുന്നതിൽ തെറ്റില്ല. അതെ അതെ. if it's not given to me, I will ask for it because I strongly believe I deserve it. യെസ്, ഞങ്ങൾ എല്ലാവരും ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം ഇപ്പോഴും ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അശ്വതി, ഇപ്പം സജിനെ പോലൊരു ഡയറക്ടറിന്റെ ഒരു പ്രൊജക്റ്റ് വരുന്നു. അപ്പം പലരും ഭയങ്കരമായി സംസാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ബിരിയാണി. അതേപോലെ അശ്വതി ഇതിനു മുമ്പ് അഭിനയിച്ചതാണെങ്കിലും അതേപോലെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനൊരു ത്രെഡ് അല്ലെങ്കിൽ ഇങ്ങനൊരു കഥയുമായി സജിൻ വരുമ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് അപ്രോച്ച്? പുള്ളിക്കാരൻ്റെ മുമ്പത്തെ വർക്ക്സ് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പം ഞാനിപ്പോൾ ഒരു തുടക്കക്കാരിയാണ്, അപ്പോൾ എന്നിലേക്ക് എന്ത് വന്നാലും ചെയ്യുക, ഒരു ചാൻസും കളയരുത് എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു സ്പോട്ടിലാണ്. ഇതിപ്പോൾ ഈ സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ട് 1.5 വർഷത്തോളമായി. അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തും ഇങ്ങനെ വരുന്നതെല്ലാം എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല ഞാനുള്ളത്. അപ്പോൾ വരുന്നത് അത്രയും നല്ലൊരു സ്റ്റേറ്റ് അവാർഡ് വിന്നിങ് സിനിമയൊക്കെ എടുത്ത ഒരാൾ നമ്മളിലേക്ക് ഒരു ക്യാരക്ടറും കൊണ്ട് വരുമ്പോഴത്തേക്കും വി വിൽ ഡെഫിനറ്റ്ലി തിങ്ക് ഓക്കെ എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ ഓക്കെ ഞാൻ വരാം എന്ന് നമ്മൾ പറയുന്ന ഒരു സ്പോട്ടാണ്. പിന്നെ എൻ്റെ ക്യാരക്ടറിന് അങ്ങനെ ഓഡീഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്യാരക്ടറിൻ്റെ ഒരു ആർക്കും കൂടി കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ and also her performance in B32 is ഒരാളും മിസ് ചെയ്യില്ലല്ലോ അത്. I don't think you will need an audition now. ഓഡിഷൻ ആവശ്യമില്ലല്ലോ. No, but അല്ല, പക്ഷെ തുടക്കക്കാരി എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് കിട്ടിയാലും തുടക്കക്കാരി എന്നുള്ള രീതിയിലല്ല, അത് പ്രൊഫഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഓഡിഷൻ ചെയ്യണം. അപ്പോൾ ഈ ക്യാരക്ടർ വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതിൽ നമ്മൾ കളയാതെ ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. പിന്നെ ക്യാരക്ടർ ആണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ തന്നെ പ്രായത്തിലുള്ള എൻ്റെ ഈ ഒരു ഞാൻ ഭയങ്കര ഒരു ഏർബൻ കൾച്ചർ, ഞാൻ ഡൽഹിയിലാണ് ജനിച്ച് വളർന്നത്. അപ്പം ആ ഒരു എന്താ പറയുക, അവിടുത്തെ ഒരു കൾച്ചർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എങ്ങനെ നോക്കിക്കാണുന്നു, ഇവിടെ വരുമ്പോൾ എന്തൊക്കെയാണ് ചേഞ്ചസ്, ഇവിടെ എങ്ങനെ ആൾക്കാർ നോക്കിക്കാണുന്നു. ഇപ്പോൾ എൻ്റെ സ്വദേശം വൈക്കമാണ്, ഞാൻ കൊച്ചിയിലല്ല താമസിക്കുന്നത്, ഞാൻ ഇവിടെ വരുമ്പോൾ. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ എങ്ങനെയാണ് ഓരോ സാധനത്തെ നോക്കിക്കാണുന്നത്, ഇതൊക്കെ ഭയങ്കര ഒരു ഡിഫറൻസ് ആണ് എനിക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുമ്പോൾ എനിക്കും ഓക്കെ, എനിക്ക് പറയാൻ പറ്റുന്നതിൽ ഭയങ്കര ഈസിയുമാണ്. എന്നാൽ ചുറ്റും നടക്കുന്ന സാധനങ്ങളെ എങ്ങനെ ഈ ജനറേഷൻ എടുക്കും എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും എനിക്ക് ദാറ്റ് ക്യാരക്ടർ വാസ് റിയലി എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു സാധനം കൂടി ചെയ്താൽ എന്നാണ്. B32 ഒക്കെ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്, ഭയങ്കര ഒരു നാടൻ ഒരു നേച്ചറുള്ള ഒരു സാധനം. അപ്പം നമ്മൾ ആസ് ആൻ ആക്ടർ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്ത് വന്നതുകൊണ്ട് ജസ്റ്റ് ഗ്രാബ് ദാറ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലായിരുന്നു ഞാൻ. ഐ വാസ് വെരി ഹാപ്പി. ആൻഡ് ഇതിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു? അങ്ങനെയൊക്കെയാണോ? അല്ല, ആനിന് പൊതുവെ ഇപ്പൊ എനിക്ക് അറിയുന്ന വെച്ചിട്ട് ഭയങ്കര ഒരുപാട് സംസാരിക്കുന്നില്ല, പക്ഷെ സംസാരിക്കുന്നത് നല്ല രസമായിട്ടാ. കഴിഞ്ഞ അവിടെ എന്നെ കുടിക്കുന്നതല്ലേ എന്താ പഠിച്ചത്? എന്തൊക്കെ പഠിച്ചു? ഈശ്വരാ,
ഞാൻ ഇതേപോലെയാണ് എന്നോട് ചോദിച്ചത്. വേറെ ചോദിച്ചു. അപ്പൊ പഠിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ വിചാരിച്ചത്. അതെ, ഞാൻ മറ്റൊരു രീതിയിലുള്ള നേഴ്സാവാൻ പഠിച്ചു. എടാ, ഒറ്റയ്ക്ക് ഉത്തരം പറയടാ. അപ്പൊ തന്നെ ചോദിച്ചു. എന്താ സോറി, കോപ്പി അടിക്കാൻ. കോപ്പി അടിക്കും. അതാണ് ശീലം. അതെ, ഞാൻ സീരിയസ് ആവട്ടെ. ഓക്കെ. സജിൻ ബാബുവിന്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ അതിൽ നിന്ന് താങ്കൾ എന്തൊക്കെയാണ് ഒപ്പിയെടുത്തത്? സീരിയസ്. സജിൻ ബാബു ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞിരുന്നു ഇൻഡിപെൻഡന്റ് മൂവിയാണ്, സോ അതിൻ്റെതായ ഇതുണ്ടാവും, ഒരു നോർമൽ മൂവി പോലെയല്ല. പക്ഷെ വി വർ ഓൾസോ റെഡി. ഞാൻ റെഡി ആയിരുന്നു, പ്രിപ്പയർഡ് ആയിരുന്നു. സൗണ്ട് ഔട്ടായി. സ്വാഭാവികം. കുഴപ്പമില്ല. റെസ്റ്റ് എടുത്തോ. അടുത്ത ചോദ്യമായിട്ട് ഞാൻ വരാം. നിങ്ങൾ തമ്മിൽ ഭയങ്കര വൈകാരിക ബന്ധം ഞാൻ കാണുന്നു. പണ്ടൊക്കെ സ്കൂളിൽ പഠിച്ചതുപോലെ അല്ലേ? പിന്നെ സിംഗ് സൗണ്ട് ആയിരുന്നു. സോ സിംഗ് സൗണ്ടില് കുറച്ചേരം ഓർത്തെടുക്കാൻ സമയം എടുത്താലും പറയും. സിംഗ് സൗണ്ട് ആയിരുന്നു. അപ്പൊ സിംഗ് സൗണ്ടില് ഇറ്റ് വാസ് വെരി ഡിഫറെന്റ്. ഹരി സാറ് ഹരി സാറാണ് ഇതിന്റെ സൗണ്ട്. അപ്പം ഡയലോഗൊക്കെ തെറ്റിയ കഴിഞ്ഞ് നമ്മള് ചിലപ്പം സജിൻ ചിലപ്പോ കേട്ടിട്ടുണ്ടാവില്ല കേട്ടോ, ഞാൻ ചില ഡയലോഗ് ചില വേർഡ് തെറ്റിയത്. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു വന്ന് ഇരിക്കുമ്പോ ഹരി സാർ പറയും അതൊന്നും കൂടെ വേണം. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, കണ്ട കൊച്ചു കുറച്ച് സമയം കൊടുത്താൽ പറയും. എനിക്കിനി റിമ ചേച്ചിനോട് ചോദിക്കാനുള്ളത്, ഈ സിനിമയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് താങ്കൾ പഠിച്ചത്? എല്ലാം പഠിച്ചു. ഞാൻ ആക്ച്വലി ഇതൊരു സീരിയസ് എനിക്കറിയാം. രാവിലെ തൊട്ട് കേൾക്കുന്നവർക്ക് അല്ല, ഞാനിതൊരു സീരിയസ് കൈൻഡ് ഓഫ് ഇന്റർവ്യൂ ആക്കണമെന്ന് വിചാരിച്ചു വന്നതാണ്. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ഇവിടെ നിങ്ങളെല്ലാം ഉറങ്ങും. നമ്മൾ എന്തിനാണ് പോകുന്നത്? പറയൂ എന്തൊക്കെ പഠിച്ചു? എനിക്ക് വള്ളം തൊഴാൻ എത്ര ദിവസം എടുത്തു പഠിച്ചു? അതാണ് ഇതെനിക്ക് നേരത്തെ അറിയായിരുന്നു. എന്താന്ന് ചോദിക്കും? എന്താ? ഞാൻ നിദ്രയിൽ കുറച്ച് തുഴഞ്ഞു പഠിച്ചായിരുന്നു. അല്ലാതെ ശരിക്കും അപ്പോഴാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ലൈക്ക് കയാക്കിങ്ങും സ്റ്റാൻഡപ്പ് പാഡ്ലിങ്ങും ഒക്കെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് എനിക്ക് എന്റെ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട്. അപ്പൊ എനിക്ക് നീന്താൻ അറിയില്ല. എനിക്ക് വെള്ളം ഭയങ്കര പേടിയുമാണ്. എനിക്ക് ഒരു ഡ്രൗണിങ് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ചെറുപ്പത്തിൽ. പക്ഷെ ഞാൻ ഡൈവ് ചെയ്തിട്ടുണ്ട്, ഐ ഹാവ് സ്നോക്കൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. ടു മാനുവർ ത്രൂ വാട്ടർ എന്നുള്ളത് ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് ആ പരിപാടി. അതുകൊണ്ട് ഞാൻ അതിൽ വളരെ അനായാസമായി ബാക്ക് എടുക്കുന്നു, പാർക്ക് ചെയ്യുന്നു. അങ്ങനെയല്ലല്ലോ ഞങ്ങൾ കേട്ടത്. പോസ്റ്റ് ട്രൂത്ത് അറിയായതുകൊണ്ട് ആളുകൾ എന്താണ് സത്യം എന്താണ് മിഥ്യ എന്ന് മിത്ത് ഓഫ് റിയാലിറ്റി മനസ്സിലായി. കോമഡിയാണ്. ട്രെയിലറിനകത്താണെങ്കിൽ പോലും തുഴച്ചില്ല. എന്നെ പറ്റി അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കുറച്ചുകൂടി അമ്മ ഒരു വിധത്തിൽ ഇത് എവിടെ ഈ വള്ളം കരക്ക് എത്തിക്കോ, കാടാണല്ലോ ഫുള്ള് കാണുന്നതെന്നൊക്കെയാണ്. പേടി പറയാനും പറ്റില്ലല്ലോ. ഭയങ്കര എങ്ങനെയെങ്കിലും എത്തിച്ചാൽ മതി. അപ്പൊ ഞങ്ങൾക്ക് കുറെ വൈറ്റ് ഷോട്ട്സ് ഒക്കെ എടുക്കണമെങ്കിൽ ലൈക്ക് യു നോ വി റിയലി ഹാഡ് ടു ഗോ ഇൻടു ദി വാട്ടർ. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ. ലാസ്റ്റ് അതിങ്ങനെ നിങ്ങളാ തുഴഞ്ഞു പോകുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ അതിന്റെ അവസ്ഥയാണ് പറഞ്ഞത്. മറ്റേ എല്ലാരും പോയി ഞാനിവിടെ മാത്രമേ ഇവിടെ അമ്മയാണ്. ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയി. എനിക്കൊരു എന്തോ ഞാനിത് സ്ഥിരം ചെയ്യണല്ലേ എന്നുള്ള ഞാൻ ചെയ്തോണ്ടിരിക്കണേ. ഞാൻ ഇത് മറ്റേ വിഴണത് വരെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. തൊട്ട് മുന്നേ വരെ ഇല്ല. അല്ല ഞാൻ പറയാ അത് വരെ ഞാൻ കോൺഫിഡൻസ് അതാണല്ലോ നമ്മുടെ മെയിൻ. തീർച്ചയായും. ഇനി നെക്സ്റ്റ് സാധനം തെങ്ങ് കയറാൻ പഠിച്ചു. അത്യാവശ്യം നല്ല മരം കയറിയാണ്. അത്യാവശ്യം ബാക്കി എല്ലാത്തിലും ഞാൻ ഈസി ആയിട്ട് കയറും. തെങ്ങ് ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ ഇതിനു വേണ്ടി പഠിച്ചതാണ്. അല്ലെങ്കിൽ ഇപ്പൊ തെങ്ങ് കയറാൻ നാട്ടിൽ ആൾക്കാരെ കിട്ടാനില്ല. അതെ, നമ്മുടെ പറമ്പിലുണ്ടെങ്കിൽ. അതായത് എന്നെ പുറത്താക്കാം എന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ തെങ്ങ് കയറിയിട്ടാലും ഞാൻ ജീവിക്കും. പിന്നെന്താടാ ഞാൻ പഠിച്ചത്? അല്ല, ഇത് വേണേ മറ്റേ പോസ്റ്ററി വരും, പുറത്താക്കാൻ ആരും വിചാരിക്കില്ല. തെങ്ങ് കയറിയാണെങ്കിലും റീമക്കല്ലെങ്കിൽ ജീവിക്കും. പിന്നെ ഞാൻ വാഴ ഒറ്റ വെട്ടിന് അതെങ്ങനെ സാധിച്ചു? സത്യമായിട്ടും എനിക്കറിയാൻ പാടില്ല. ഞാൻ നോക്കുമ്പോ എന്താ വെച്ചാൽ പ്രൊഡക്ഷൻ എന്റെ അടുത്ത് പറഞ്ഞു ഈ ഒറ്റ
ഒറ്റ എണ്ണേ ഉള്ളൂ, മര്യാദയ്ക്ക് വെട്ടിക്കോളോ. ഇൻഡിപെൻഡന്റ് മൂവി ഇൻഡിപെൻഡന്റ് മൂവി തിങ്സ്. ഇത് വേറെ ഇല്ല. പിന്നെ അത് മാത്രമാണ് അവിടെ കൊലച്ച് നിൽക്കുന്നത്. ഇത് വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഇത് ഷോട്ട് എടുക്കണമെങ്കിൽ വേറെ വല്ല തോപ്പിലും പോയി നമ്മൾ വെട്ടേണ്ടി വരും. അടുത്ത വാഴ അന്വേഷിച്ച് പോണം. ഞാൻ അഗൈൻ വെരി വെരി കോൺഫിഡൻസ്. പിന്നെ ഒറ്റ വെട്ടിന് താഴെ വീണു. ഒറ്റ വെട്ടിന് താഴെ വീണു. ഞാൻ കൃത്യമായിട്ട് അത് വേറെ വെട്ടി അതെടുത്ത് ഞാൻ ഒറ്റ ഷോട്ട് പ്ലാവിൽ കയറുന്നു. അത് മറ്റേ വെട്ടി ചക്ക അത് ഭയങ്കര എല്ലാ ദിവസം ചെയ്യണ പോലെ തോന്നില്ല. അതെ തീർച്ചയായും. ഇതൊക്കെ ഇങ്ങനെ നമ്മള് കണ്ടിട്ടില്ല. ഇതിന്റെയൊക്കെ എത്ര ടേക്ക് പോയിട്ടുണ്ടാവും. ഇല്ല ഇല്ല, അത് ഒറ്റ take. പ്ലാവ് വിത്തൗട്ട് ഹാർനസ്. ഇൻഡിപെൻഡന്റ് മൂവി തിങ്സ് അഗൈൻ. നോ ഹാർനസ്. കേറുന്നു ആദ്യം പാവം. പക്ഷെ ആട്ടിലെ ചേട്ടന്മാരാണ് ആദ്യം കേറിയിട്ട് വീഴൂല അവരിറങ്ങിയിട്ടാണ് നമ്മൾ കേറുന്നത്. അതാണ് അപ്പൊ ലൈക്ക് വിച്ച് ഇസ് നോട്ട് ദി ഗ്രേറ്റസ്റ്റ് തിങ്. സോ അതെപ്പോഴും ഞാൻ വീണ്ടും വീണ്ടും നമ്മൾ പറയാണ്, ഇൻഡിപെൻഡന്റ് സ്പേസിൽ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരുപാട് കോംപ്രമൈസസ് ആണ് അതെല്ലാം. which shouldn't happen if you ask me. ഇപ്പോ നമ്മളിത് വളരെ സീരിയസ് ആയിട്ട് കണ്ടോണ്ടിരിക്കുന്ന ഒരു മൂവി ആണെങ്കിൽ പോലും തെങ്ങ കയറുന്ന സീൻ എനിക്ക് വന്നപ്പോ ഞാൻ പെട്ടെന്ന് ഇപ്പൊ റീസെന്റ് ഇറങ്ങിയൊരു ഹിന്ദി സിനിമയിലേക്ക് ഞാനൊന്ന് ഒന്ന് ഞാൻ പോയി. അതിനൊരു തിരിച്ചടി. കാരണം ആ സമയത്ത് നമ്മൾ മലയാളികളെല്ലാം വന്നു. ഞങ്ങൾ എല്ലാ പെൺകുട്ടികളും രാവിലെ തെങ്ങ കയറി അല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഈ അത് അറിഞ്ഞു ഇഷ്ടം പോലെ വട്ടം തെങ്ങ കയറുന്നു. നമ്മള് എന്ത് കിട്ടിയാലും നമ്മൾ അത് പ്രൊമോഷൻ ആയിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഓക്കെ. അതേപോലെ ഈ സിനിമയിലെ സോഷ്യൽ മീഡിയയുടെ ഒരു സ്പേസ്, അത് ആദ്യത്തെ ഒരു സെഷൻ കഴിഞ്ഞ് പിന്നെ അതിന്റെ ഒരു ശരിക്കും എന്താ പറയാ വൈറൽ കണ്ടന്റ് മാത്രമല്ല, അതിന്റെ ഒരു നല്ല വശമാണ്. വേറൊരു ഭയങ്കര ഒരു നല്ല വശമാണ്. കാരണം നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സാധനമല്ല. ഈവൻ നമ്മുടെ അനുവാദമില്ലാതെ എടുത്ത ഒരു കാര്യമാണെങ്കിൽ പോലും അത് ഹെൽപ്പ് ചെയ്യാണ് ചെയ്തത്. നമ്മളിപ്പോ ഒരുപാട് ക്യാമ്പയിൻസും ഒരുപാട് കാര്യങ്ങളും നമ്മൾ കാണുന്നത്, എന്നാലും കുറെയൊക്കെ ഫേക്ക് ആയിട്ട് വരുന്നതും ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ മൂവിയില് എല്ലാം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം അതിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കുന്ന അശ്വതി ആണെങ്കിൽ പോലും അത് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിരുന്നു ഇതിന്റെ ഗ്രേഡ് കുറച്ച് കൂടിപ്പോയി അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞു പോയി, അതായത് ഇത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് കാണിക്കുന്ന അതെങ്ങനെയാണ് എടുത്തത്? ശരി, എനിക്ക് ലൈക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ. ഇപ്പൊ എനിക്ക് പേഴ്സണലി അത് കണ്ടപ്പം നല്ല രീതിയിൽ നല്ലൊരു വശമാണ്. ഏത് വശമാണ് കൂടുതൽ കാണിക്കേണ്ടത്? സി ഇപ്പൊ എന്ത് സാധനം എടുത്താലും ഹ്യൂമൻ ബീങ്സിന് എല്ലാ ഹ്യൂമൻ ബീങ്സിനും ഒരു നല്ല വശമുണ്ട്, ഒരു ഗ്രേ ഷെയ്ഡും ഉണ്ട്. നോബഡി ഈസ് പെർഫെക്റ്റ്, നോ. അപ്പം നമ്മൾ ഓരോ സാധനം ഉണ്ടാകുന്നതും സോഷ്യൽ മീഡിയയിലൂടെ കൺസ്യൂം ചെയ്യുമ്പോഴും അതിന്റെ നല്ല വശം എടുക്കാം. എന്നാൽ അപ്പുറത്ത് ഇങ്ങനെയാണ് എന്ന് നമ്മുടെ മൈൻഡിന്റെ ഒരു ഗെയിമാണത്, ഹ്യൂമൻ ബീങ്സ് ചിന്തിക്കുന്നത്. അപ്പം എല്ലാ കാര്യത്തിനും ഒരു 50% ട്രൂത്ത് ഉണ്ടെങ്കിൽ 50% നമ്മൾ ബാക്കി ചിന്തിക്കുന്നതും നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സാധനമാണ്. സോ അത് തന്നെ ഭയങ്കര നിഷ്പക്ഷമായി കാണാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തു. ഈ സിനിമയിൽ പിന്നെ എനിക്ക് തോന്നിയത്, ഇപ്പൊ നമുക്കൊരു നല്ല കാര്യം ഉണ്ടാവുന്ന ടൈമില് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകള് നമ്മളെ അവിടെ നമ്മൾ അടിച്ച് താഴ്ത്താനും ഉണ്ടാവും. അതെനിക്ക് ശരിക്കും ചേച്ചിയുടെ ഒരു റിയൽ ലൈഫായിട്ട് നോക്കുകയാണെങ്കിലും അവിടെ അതിനൊരു സ്ക്രിപ്റ്റ് വായിച്ച സമയത്ത് തോന്നിയിരുന്നില്ലേ? എനിക്ക് പേഴ്സണലി തോന്നിയത് ശരിക്കും റീമ ചേച്ചിയുടെ റിയൽ ലൈഫായിട്ട് ബന്ധമുണ്ടല്ലോ. അതായത് ഈ ഒരു ഇപ്പൊ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ന്യൂസ് വരുന്നു, അതിനെ കുറിച്ച് എല്ലാവരും പല രീതിയിൽ കമന്റ് ചെയ്ത് അത് വേറെ വഴിക്ക് പോയി, ഇത് കറങ്ങി തിരിഞ്ഞത് വരുമ്പോൾ വേറെന്തോ ആയി, നമ്മൾ ഉദ്ദേശിച്ചതും പറഞ്ഞതുമായിട്ടൊന്നും ബന്ധമില്ലാത്തൊരു സ്പേസിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഞാൻ ഇതിന് നടുക്ക് നിന്നിട്ടുണ്ട്. റീസെന്റ് വന്ന അലിഗേഷൻ ആണെങ്കിൽ പോലും പിന്നെ ഇഷ്ടം പോലെ അത് നമുക്ക് ഹേർട്ട് ആവും. ബിക്കോസ് നമ്മൾ വിശ്വസിക്കുന്ന ഈ പറയുന്ന ഈ മീഡിയ, നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മളെ അറിയുന്ന ആളുകൾ അപ്പൊ അതൊരു ജോലി മാത്രമാവാണ്. അപ്പൊ അവിടെ ശരിക്കും ഈ റിയാലിറ്റി എന്താണ്, ഈ മിത്ത് എന്താണ്, സത്യം എന്താണ്, നിത്യം എന്താണ്, പെർസ്പെക്റ്റീവ് ആണോ, സബ്ജക്റ്റീവ് ആണോ, ഇത് ഒബ്ജക്റ്റീവ് ആണോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം വരികയാണല്ലോ. പണ്ട് നമ്മൾ മീഡിയയിൽ ഒരു ന്യൂസ് വരുമ്പോൾ അത് ലൈക്ക് യുനോ ഒരു എഡിറ്റോറിയൽ അല്ലെങ്കിൽ എഡിറ്റോറിയൽ ഇസ് മോർ സബ്ജക്റ്റീവ് ഒപ്പീനിയൻസ്. അതല്ലാതെ ഞാൻ പറയുന്നത് ഒരു ന്യൂസ് ഐറ്റം നമ്മൾ റിപ്പോർട്ടേജ് എന്ന് പറയുന്നതിന് ഭയങ്കര വാല്യൂ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അത് സത്യമായിരിക്കും എന്ന് നമുക്ക് 100% വിശ്വസിക്കാം.
ഇന്ന് അങ്ങനെയല്ല. അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് മീഡിയ പോകുന്നു എന്നുള്ളത് നമ്മളൊരു 4th എസ്റ്റേറ്റ് എന്ന് വിളിക്കുന്ന നമ്മുടെ രാജ്യത്ത് ജുഡീഷ്യറിക്ക് എക്സിക്യൂട്ടീവിനും ലെജിസ്ലേറ്റീവിനും ഒപ്പം തന്നെ കാണുന്ന ഒരു 4th പില്ലറായി നമ്മൾ മീഡിയയെ കാണുന്ന ഒരു പോയിന്റിൽ അത് ഈ പോസ്റ്റ് ട്രൂത്ത് എറയിൽ നമ്മളൊരു ന്യൂസ് ഐറ്റം കാണുമ്പോൾ അത് സത്യമാണോ നുണയാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ വളരെ ഒരു ഡൈസി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണല്ലോ. അത് പണ്ട് ഉണ്ടായിരുന്നില്ല. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. മീഡിയ ഹാഡ് അത്രയും ക്രെഡിബിലിറ്റി. സോ ഇറ്റ് ഈസ് എ വെരി 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 ട്രിക്കി സ്പേസ് ടു ലിവ് ഇൻ. പിന്നെ AI-യും കൂടിയൊക്കെ വരുമ്പോൾ നമുക്കൊരു ഫോട്ടോ പോലും നമ്മൾ വായിക്കുന്നതൊക്കെ പോട്ടെ, റിപ്പോർട്ടേജ് പോട്ടെ, നമ്മൾ കാണുന്ന ഒരു ഫോട്ടോ ഇത് ശരിക്കുള്ളതാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് എന്നുള്ളത് ഇച്ചിരി സ്കേറിയുമാണ്. എന്നാൽ ഈ അവയർനെസ് അബൌട്ട് യുനോ വാട്ട് ഈസ് ഹാപ്പനിങ് ആൻഡ് അവിടെ ഒരു ഡെക്കോറം എല്ലാം വരണം എന്നുള്ളതിന്റെ അതിന്റെ ഒരു തുടക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, ആ ഒരു ലോകത്തിന്റെ തുടക്കത്തിൽ. സോ ആ സ്പേസിൽ ഈ മൂവി ഭയങ്കര റെലവെന്റ് ആണ് അങ്ങനെ നോക്കുമ്പോൾ. അതിനകത്ത് നമ്മുടെ മീരയ്ക്ക് ആ സമയത്ത് ഒരു റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ റിയൽ ലൈഫിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഒരു ഓപ്പൺ ആയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബിക്കോസ് ഇത് ഒരാളല്ലല്ലോ. ഇത് വൈറൽ ആവുന്നത് എങ്ങനെയാണ്, എല്ലാവരുടെയും പെർസ്പെക്ടിവ്സ് ഇങ്ങനെ വന്ന് കുമിഞ്ഞു കൂടുകയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇത് വൈറൽ ആവുന്നത്. അബൌട്ട് ഹ്യൂമാനിറ്റി, അബൌട്ട് ഹ്യൂമൻ റേസ് ആൻഡ് ദിസ് പെർട്ടിക്കുലർ ജംഗ്ഷർ ദാറ്റ് വി ആർ ആസ് ഹ്യൂമൻ ബീയിങ്സ്. ഈ എവല്യൂഷണറി സ്പേസിൽ ടെക്നോളജി വന്ന് ഇടിച്ചു നിൽക്കുന്ന വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുറച്ച് മോർ അഡ്വാൻസ്ഡ് ആയി പോയി. അല്ല, ഇത് വന്ന സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചാലഞ്ച്. ഇത് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നിന്ന് ഇത് ഇത്രയും വ്യാപിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിന്റെ ചേഞ്ചിലൂടെ കടന്നു പോകുന്ന മനുഷ്യരാണ് നമ്മൾ. അപ്പോൾ ആ ചേഞ്ചിന്റെ ഏറ്റവും നല്ല വശങ്ങളും പൊട്ടവശങ്ങളും എല്ലാം അനുഭവിക്കുന്നത് നമ്മളാണ്. വിച്ച് ഇസ് ഇൻ എ വേ കൂൾ ഓൾസോ. ഓക്കെ, അപ്പോ നമ്മുടെ ഈ സിനിമയില് ഇപ്പൊ മീര ആവട്ടെ, മീരനെ കാണുമ്പോ എനിക്ക് ചിലപ്പോ മിസ് ചെയ്തത് കുറച്ച് ഓടിച്ചാടി നടന്ന ഒരു ഇപ്പൊ ഡയാന, ടീന. ടീനയൊക്കെ ഭയങ്കര ഒച്ച വെച്ച് വിളിത്തിയല്ലേ. അതുപോലെ അങ്ങനെയുള്ള ക്യാരക്ടറൊക്കെ മിസ് ചെയ്യില്ലേ? ഞാൻ ശരിക്കും പറഞ്ഞാണല്ലോ, ഓബ്വിയസ്ലി നമ്മൾ ഈ കാണുന്ന എനിക്ക് അതും കൂടിയൊക്കെയാണ് നമ്മൾ ഈ ആക്ടിവിസ്റ്റിലേക്ക് ഒതുക്കുമ്പോ ഉണ്ടാവുന്നത്. അത് മാത്രമാണ് നമ്മളിന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കുകയാണല്ലോ. അങ്ങനെ ഒരാളുണ്ടാവില്ലല്ലോ അത് മാത്രമായിട്ട്. നമ്മൾക്ക് എല്ലാവർക്കും ഇതിന്റെ അപ്പുറത്തെ സൈഡ് ഉണ്ടല്ലോ ഫോർ ഷുവർ. അപ്പോ ആൻഡ് അത് ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്ന, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്ന, ഞാൻ വളരെ പീസ്ഫുൾ ആയിട്ടിരിക്കുന്ന അതാണ് നല്ലൊരു സ്ഥലമുണ്ട് വേറെ. നിങ്ങൾ വിചാരിക്കുന്ന ഫെമിനിറ്റി ഒന്നും അല്ല, അങ്ങനല്ല. അത് മാത്രം ചെയ്യുന്ന റോൾസ് എന്നെ കൊണ്ട് എല്ലാം പറ്റും. ഞാൻ പറഞ്ഞത് അത് എന്റെ നല്ല ഭാഗത്തിന്റെ ഭാഗമാണ്. ഞാൻ ഫെമിനിസ്റ്റ് ആണെന്നുള്ളത് നല്ല രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞത്. റോൾസ് ചെയ്യുമ്പോൾ ആ സ്പേസിൽ മാത്രം as an artist I would want to explore everything, right? Like I want to experience, I want to do like an all out negative character, dark character, like you know No Country for Old Men, evil, like you know that അങ്ങനത്തെ സൈക്കോ. കുട്ടി ഉണർന്നു. You know, I want to go into that space maybe, you know, or like do an out and out comedy to alle namakku endu. And I'm sure I'm speaking for a lot of female actors here when I say this. Idu enikku ഞാൻ മാത്രമല്ല, എല്ലാവരും ആ ടൈപ്പ് കാസ്റ്റ് ആയി നമ്മൾ എന്നും കാണുന്ന ആ സ്പേസിൽ തന്നെ നമ്മൾ വീണ്ടും അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയാൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് കാണുന്നവർക്കും. ഇപ്പൊ നമ്മൾ ലോകം കാണുകയാണല്ലോ, ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ആളുകൾക്ക് താല്പര്യമുണ്ട് കാണാനായിട്ട്. ഐ തിങ്ക് ഇൻഡസ്ട്രിയുടെ ഉള്ളിലും കൂടെ അങ്ങനത്തെ നറേറ്റീവ്സിനും അങ്ങനത്തെ സ്റ്റോറീസിനും അങ്ങനത്തെ ടീമുകൾക്കും ബാക്കിങ്ങും സപ്പോർട്ടും ഫണ്ട്സും ഫീമെയിൽ വോയിസ് ഭയങ്കര ലൗഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈം കൂടിയാണ്. There is an audience. It's been proven with numbers. അതെ,
You always ask for numbers. It's been delivered. So let's see. ഓക്കെ, എന്തായാലും അത് അടിപൊളിയാവട്ടെ. ഞാൻ ആനോട് ചോദിക്കണം, നേരത്തെ പെട്ടെന്ന് ഉണർന്നത് കൊണ്ട് അതോടൊക്കെ ചോദിച്ചിട്ട് നമുക്കിത് റാപ്പ് ചെയ്യാം, കാരണം നിങ്ങൾക്ക് ഇനിയും ഇന്റർവ്യൂസ് ഇല്ലേ, ഇഷ്ടം പോലെ ഇല്ലേ. ഓക്കെ, ആനിന് ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്തായിരുന്നു നമ്മുടെ ഫിലിം സെറ്റില് റീം ചേച്ചിയുടെ? I think patience to like actually around 3 hours to 4 hours makeup prosthetics ഉണ്ട്. അതെ, പേഷ്യൻസ് ഉണ്ട്, അത് നമുക്കിന്ന് മനസ്സിലാവുന്നുണ്ട്. പാവം രാവിലെ തൊട്ട് ഇങ്ങനെ നിൽക്കുമ്പോ പേഷ്യൻസ്. അപ്പൊ ഇത് എവറി ഡേ യു ഹാവ് ടു ഡു ദിസ്. അപ്പൊ ഞാൻ ചുമ്മാ ഒരു കിറ്റ് എടുത്ത് ഇട്ടാ മതി, അപ്പൊ ഐ ക്യാൻ സീ ഹർ. നമ്മൾ കാണുകയാണ് ഇത് എവറി ഡേ ഹാപ്പനിങ്. റിമൂവ് ചെയ്യാനും and as an artist of course talent and everything, പക്ഷേ this is as an artist this is part of my job. പോസ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റും എത്ര മേക്കപ്പ് വേണ്ടി വന്നിട്ടുണ്ടാവും ആ ഒരു ക്യാരക്ടറിന്റെ ഒരു സ്പേസിന് വേണ്ടിയിട്ടെന്ന്. സോ എന്തായാലും സൂപ്പർ ആവട്ടെ. ആൻഡ് ഞാൻ ഈ ഡയാനേനെയും ടീനേനെയും വേണ്ടി കാത്തിരിക്കുന്നു. അതേപോലെ ഞാൻ മിസ് ചെയ്യുന്നത് ശാരദ് അമ്മിനെയാണ്. സേഫ് എന്ന് പറഞ്ഞാ അൽമാരിയാണ് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ എല്ലാം ചെയ്യാൻ പറ്റട്ടെ. നമ്മുടെ തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി അത് ആൾക്കാരിലേക്ക് നല്ല രീതിയിൽ തന്നെ എത്തട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. ഒരുപാട് അവാർഡ്സിലേക്ക് ഇനിയും എത്തട്ടെ. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ടൈം. Thank you so much. Make every wedding unforgettable. Joya Lucas, world's favorite jeweler.